സോ നമ്മൾ നോക്കാവുന്നതാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിങ്ങിൽ ഒരു പുതിയ സ്ട്രക്ചർ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നാണ്. സോ ഇച്ചിരി വലിയൊരു സ്ട്രക്ചറാണ്. ആൻഡ് RGS എന്നാണ് ഈ ഒരു സ്ട്രക്ചറിൽ എഴുതി കാണിക്കുന്നത്. ആൻഡ് RGS എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത ആ ഒരു ഇതിൻ്റെ പേരാണ്, ആ ഒരു സ്റ്റുഡിയോയുടെ പേരാണ് RGS ഗെയിമിംഗ് സ്റ്റുഡിയോ, രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ, അതാണ് ആ ഒരു ഫുൾ ഫോം. സോ നമ്മൾ അതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിൽ കൊണ്ടുവരുന്നതെന്നാണ് നോക്കുന്നത്. അതെന്ന് വെച്ചാൽ വലിയൊരു സ്ട്രക്ചറാണ്, ഒരു മലയുടെ പൊക്കത്താണ്. സോ ഗീസ് ഇതിന് വേണ്ടി നിങ്ങൾക്കൊരു ലിങ്ക് വേണ്ടി വരും. ആൻഡ് ഗീസ് ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് കോപ്പി ചെയ്തിട്ട് ക്രോമിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യണം. സോ ഗീസ് നിങ്ങൾ ക്രോമിൽ വന്നിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വർക്കാവില്ല. ഓക്കെ, ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ ആയിരിക്കും വരുന്നത്. സോ ഏറ്റവും പൊക്കത്ത് റെഡ് കളറിലൊരു വൈറ്റ് ആരോ ഉള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. സോ ഏറ്റവും താഴത്ത് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് കോപ്പി ആവും. എന്നിട്ട് നിങ്ങൾ ക്രോമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിങ്ങിലോട്ട് വരണം. ഗെയിമിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓൺ ആക്കണം. ഇൻ്റർനെറ്റ് ഓൺ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. സോ എന്നിട്ട് നിങ്ങൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഗെയിമിൽ. അതിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ RGS ടൂളിൽ വന്നിട്ട് LD എന്ന് ടൈപ്പ് ചെയ്യണം. സോ ഈ LD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫയൽ ലോഡർ എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ നിങ്ങൾ ബാക്ക് അടിക്കണം. ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിം, അല്ലെങ്കിൽ വർക്കാവില്ല. ഇനി കേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബൈക്കോ കാറോ ഏതെങ്കിലും ഒരു വെഹിക്കിൾ എടുത്തിട്ട് അതിൽ കയറണം. എന്നിട്ട് ഞാൻ ആ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം, അങ്ങോട്ട് നിങ്ങൾ പോകണം. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ആ ഫയൽ ലോഡർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫയൽ ലോഡർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രം ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം, നിങ്ങളുടെ ഫോണിന് ഇൻ്റർനെറ്റ്. ഓക്കെ, സോ നമ്മളിതേ പോവുകയാണ്. ആൻഡ് നിങ്ങൾ നേരെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ പോകണം. ഈ ഒരു നമ്മളെ പണ്ടത്തെ വീടുണ്ടായ ഒരു സ്ഥലമില്ലേ, അവിടെ ഇങ്ങനെ ഒരു സർക്കിൾ പോലത്തെ വഴിയുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് ഈ ഒരു വഴിയിൽ കൂടി പോകണം. ഇവിടെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗീസ് ആ വഴി. സോ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വഴി തന്നെയാണ്. ആൻഡ് ഗീസ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത് ഒരു മലയുടെ പൊക്കത്താണ്. സോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു റാമ്പ് കാണാൻ പറ്റും. ഇവിടെ കൂടിയാണ് നിങ്ങൾ പോകേണ്ടത്. സോ ഇവിടെ ഒരു ഹില്ല് കാണാൻ പറ്റും. സോ അതിൻ്റെ ഏറ്റവും പൊക്കത്തോടാണ് നിങ്ങൾ പോകേണ്ടത്. സോ ലെറ്റ്സ് ഗോ. നിങ്ങൾ ഇച്ചിരി സ്പീഡുള്ള ബൈക്ക് അല്ലെങ്കിൽ കാറുകൾ എടുക്കണം ഗീസ്, അല്ലെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, ആ ഒരു സ്ട്രക്ചർ അപ്പിയറായി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓക്കെ, എനിക്ക് തോന്നുന്നു RGS എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗെയിം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ പേരാണ്, ഗെയിം ഡെവലപ്പേഴ്സ് അല്ല, ആ ഒരു സ്റ്റുഡിയോയുടെ പേരാണ് രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് RGS. ആൻഡ് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ വാളൊക്കെ വെച്ച്, എനിക്ക് തോന്നുന്നു സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. ആൻഡ് ഈ RGS എന്ന് എഴുതിയിരിക്കുന്നത് ഈ കണ്ടെയ്നർ വെച്ചാണ് എഴുതിയേക്കുന്നതല്ല, ഐ മീൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കണ്ടെയ്നർ ഇങ്ങനെ വെച്ചാണ്.